ഗുഡ് മോർണിംഗ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ബിസിനസ്സുകാർ, ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് എപ്പോഴും പറയാറുണ്ട്, ചെറുപ്പത്തിലെ ഒരു വ്യൂ, ടീനേജിൻ്റെ ഒരു വ്യൂ, അത് കഴിഞ്ഞിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു വ്യൂ അല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയത് നമ്മളെ കഫറ്റേരിയയിൽ. ഇപ്പം നമ്മൾ ആദ്യകാലങ്ങളിൽ നമുക്ക് ഗൈഡൻസ്, ഇപ്പോഴത്തെ പിള്ളേർക്ക് എല്ലാ ഗൈഡൻസും ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. അന്നത്തെ കാലത്ത് ഗൈഡൻസ് ഇല്ലാതെ പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ പരാജയമായിട്ടില്ല, അത് ഓരോ കാലഘട്ടത്തിൻ്റെ നിമിത്തങ്ങളാണത്. അങ്ങനെ കഫറ്റേരിയയിൽ പോയി നല്ല കാക്ക കരയുന്ന സൗണ്ട് കേട്ടോ. ആലപ്പുഴയിലെ കാക്ക കേൾക്കാനൊരു സുഖം തന്നെയാണ്, സുന്ദരിയായിട്ടുള്ള കാക്ക. ഓക്കെ, കഫറ്റേരിയയിൽ പോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നുവെച്ചാൽ അടങ്ങിയിരുന്നിരുന്നില്ല. ഞാൻ അതിലും ഉയർന്ന തലത്തിലേക്ക് പോകാനുള്ള എൻ്റെ അന്വേഷണം നീങ്ങുമായിരുന്നു. എനിക്കറിയാവുന്ന കുറച്ച് കലകൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സർട്ടിഫിക്കറ്റ്. പക്ഷെ അതൊന്നും അവിടെ അന്നേരം വേണ്ട രീതിയിൽ എന്നെ റെക്കമെൻഡ് ചെയ്യാൻ ആരുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്വയം ചാടേണ്ടി വന്നു. അങ്ങനെ ആ കഫറ്റേരിയ ഒരു ലെബനീസിൻ്റെതായിരുന്നു. അതത്ര മോറലായിട്ട് അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കിയപ്പം പിന്നെ ഞാൻ വീണ്ടും വലയാൻ തുടങ്ങി. അങ്ങനെയാണ് ജബീസ് ഹോട്ടൽ, അവിടെയാണ് എൻ്റെ ടേണിംഗ് പോയിൻ്റ് വരുന്നത്. ആ ഹോട്ടലിൽ ഞാൻ പോയി. അപ്പോൾ അവർ ഒരു പാകിസ്ഥാനി ഫാമിലി ആയിരുന്നു, 3 പിള്ളേരും പാരൻസും. അത് ഹോട്ടലിൽ തന്നെ അവർ താമസിച്ചിരുന്ന ഒരു കോർണറിൽ. അങ്ങനെ ഞാൻ അവിടെ ജോലി കയറി. അവിടെ നിന്ന് പിന്നെ ഒരുപാട് ഇതൊക്കെ ദുബായിയുടെ വളർച്ചയും എൻ്റെ വളർച്ചയും കൈരളി എന്ന അസോസിയേഷൻ്റെ വളർച്ചയൊക്കെ ഒരേ തലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണത്. ഓക്കെ, അപ്പം അവിടെ വന്നപ്പം അവിടെ എനിക്ക് റിസപ്ഷനും റൂം ബോയ്, ക്ലീനിങ്, ഇതെല്ലാം എനിക്ക് ചെയ്യേണ്ടി വന്നു. അവിടെ 3 പിള്ളേരുണ്ടായിരുന്നു, അവരുടെ കാര്യവും നോക്കേണ്ടി വന്നു. അങ്ങനെ ഒരു 24 മണിക്കൂർ സ്ട്രോങ് ആളായിട്ട് 20-21 വയസ്സുള്ള ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു. അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി, ആ പാകിസ്ഥാനി ഫാമിലിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഫ്രീ കിട്ടുന്ന സമയങ്ങളിൽ ഞാനിങ്ങനെ ഈ മരക്കൊമ്പെടുത്തിട്ട് ചെടിയാക്കിയിട്ട് അതിൽ മുട്ടത്തോട് വെച്ചിട്ട് മരമാക്കി പൂവൊക്കെ ആക്കി കൊടുക്കണം. അന്ന് ചെടികളൊന്നും ദുബായിൽ തെരുവുകളിലൊന്നും കാണാൻ പറ്റിയിരുന്നില്ല. കുറേ ഈത്തപ്പനകളല്ലാതെ വേറെ വലിയ ചെടികളോ വല്ലതൊന്നും കാണാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അപ്പം അതിലേക്ക് എൻ്റെ മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി വലിയൊരു ടേണിംഗ് പോയിൻ്റ് കൈരളി കലാതന്ത്രിന സംഘടനയിലേക്ക് എത്തിപ്പെടാൻ പറ്റി. അതിനടുത്ത് ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം. സോ അതുവരെ എൻ്റെ ഇത് വാച്ച് ചെയ്യുക. ഇതിൻ്റെ കണ്ടൻസ് എന്ന് പറയണത് നമ്മളൊരു എങ്ങനെയാണ് ബിസിനസ് മോൾഡ് ചെയ്തത് എന്നുള്ളതാണത് മെയിനായിട്ടത്. സോ വ്യൂവേഴ്സ് അതിൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുന്നുണ്ട്. അതിന് കൂടുതൽ അഭിപ്രായങ്ങൾ പറയുക, കേൾക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ജെന്നി ഫ്ലവേഴ്സ് യൂട്യൂബ് ചാനൽ കേട്ടോ. താങ്ക് യു. Bye.